ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയ വീണ്ടും ശ്രദ്ധിച്ചാണ്. അത് വലിയ വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. എന്തൊരു അസംബന്ധമാണ് ആ സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഡിസംബർ 16 ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് 1971 ബംഗ്ലാദേശ് മോചിപ്പിച്ചത്. ബംഗ്ലാദേശിൻ്റെ മോചന ദിവസം പാലസ്തീനാണോ ഇവർ ഓർക്കേണ്ടത്? മാത്രമല്ല ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു. ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷയമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതല്ലേ പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യും ഇത്ര വലിയൊരു പോസ്റ്റ്, ഇത്ര വലിയ ഫൂളിഷ്നെസ്? കനി കുസൃതി എന്ന് പറഞ്ഞ സിനിമ നടിക്ക് കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഇങ്ങനെ തണ്ണിമത്തൻ്റെ പടം ഇട്ടുള്ളൂ, അവിടെ ആൾക്കാർ കൈയടി. ഇത് കാൻ ഫെസ്റ്റിവൽ അല്ലല്ലോ, ഇന്ത്യൻ പാർലമെൻ്റ് അല്ലേ? അവിടെ ഭൂരിപക്ഷം BJPക്കല്ലേ? അമിത്ഷായും നിർമ്മലാ സീതാരാമനൊക്കെ ഇരിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതുപോലൊരു പോഷകത്തരം കാണിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ സാധിച്ചു? അവർക്കറിയില്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കം നടന്ന ദിവസമാണ്. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ തോക്ക് വെച്ച് കീഴടങ്ങിയ ദിവസമാണ്. ഢാക്കയിലെ റേസ് കോഴ്സ് മൈതാനത്ത് പാകിസ്ഥാൻ്റെ പട്ടാള നായകൻ അമീർ അബ്ദുള്ള ഖാൻ നിയാസി അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ച് കീഴടങ്ങൽ രേഖയിൽ ഒപ്പിട്ട ദിവസമാണ്. ആ ദിവസമാണെന്ന് ഓർക്കേണ്ടവരാ.